എലത്തൂരിലെ തോൽവിയിൽ എ.കെ. ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി എൻ.സി.പിയുടെ എലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി. ശശീന്ദ്രൻ തോൽവി ചോദിച്ചു വാങ്ങിയതാണെന്ന് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി അരവിന്ദൻ മീഡിയ വണിനോട്. എ.കെ. ശശീന്ദ്രൻ മാറി നിൽക്കണമായിരുന്നു എന്ന് എൻ.വൈ.സിയും ആവശ്യപ്പെട്ടു. അതിനിടെ കോഴിക്കോട് സൌത്തിലും നോർത്തിലും LDF വോട്ട് ബി.ജെ.പിക്ക് പോയതായി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ LDFിനുണ്ടായ തിരിച്ചടി വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. എലത്തൂരിൽ എ.കെ. ശശീന്ദ്രൻ മാറി നിൽക്കണമെന്ന ആവശ്യം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ശക്തമായിരുന്നു. NCP ജില്ലാ നേതാക്കൾ ശശീന്ദ്രനെതിരെ പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു. എന്നാൽ എതിർപ്പുകൾ മുഖവിലക്കെടുക്കാതെ ശശീന്ദ്രൻ മത്സരിച്ചത് തോൽവിക്ക് കാരണമായി എന്നാണ് വിലയിരുത്തൽ. മറ്റാര് മത്സരിച്ചാലും എലത്തൂരിൽ വിജയം തുടരുമായിരുന്നുവെന്ന് NCP എലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി പറഞ്ഞു. അദ്ദേഹം മാറി മറ്റാര് മത്സരിച്ചാലും ഈ എന്ത് കൊടുങ്കാറ്റ് UDFന് വന്നാലും എലത്തൂരിൽ അത് പരമ്പരാഗത LDFന്റെ വോട്ടിന് എന്തായാലും ചെറിയൊരു വോട്ടിന് എന്നെങ്കിലും LDF ജയിക്കും. ശശീന്ദ്രൻ മാറണമായിരുന്നുവെന്ന യുവജന വിഭാഗമായ NYCയും ചൂണ്ടിക്കാട്ടി. ബഹുമാനപ്പെട്ട എ.കെ. ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നതിൽ അതൊരു തെറ്റായ സന്ദേശം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുമെന്ന് യുവജനങ്ങളായിട്ടുള്ള നമ്മുടെ കമ്മിറ്റി ആ ഒരു തീരുമാനം അറിയിക്കുകയുണ്ടായിരുന്നു. അതിനിടെ കോഴിക്കോട് സൌത്തിലും നോർത്തിലും LDF വോട്ട് ബി.ജെ.പിക്ക് പോയതായി INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. 8000-ഓളം വോട്ടുകൾ നഷ്ടമായത് ഗൗരവമായി പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോഴിക്കോട് സൗത്തിലും നോർത്തിലുമൊക്കെ ബി.ജെ.പി നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 8000-ഓളം വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടേണ്ട വോട്ടുകൾ തന്നെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. LDF വോട്ട് ബി.ജെ.പിക്ക് പോയതായി തോട്ടത്തിൽ രവീന്ദ്രനും നേരത്തെ പറഞ്ഞിരുന്നു.